എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ഫാർമസി അതായത് ബിഫാം കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 17 വൈകിട്ട് 5 മണി വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾക്ക് ഈ ഒരു അപേക്ഷയിൽ തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അപേക്ഷ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഈ ഒരു കോഴ്സുകൾ 4 ഓപ്ഷനുകളായിട്ടാണ് ഉണ്ടാവുക. അതിൽ വേണ്ട എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള, അതായത് ഈ ഒരു കോഴ്സുകൾ വീണ്ടും സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില അവസരങ്ങളിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ ചാൻസ് നൽകാറുള്ളത്. അപ്പോൾ ബിഫാം കോഴ്സിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിഫാം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോബാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, അതുപോലെ ബിഫാം അഡ്മിഷന് എത്ര മാർക്കാണ് +2-ൽ നേടേണ്ടത്, അതുപോലെ തന്നെ ബിഫാം കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ബിഫാമിൻ്റെ ഹയർ സ്റ്റഡീസ് എന്താണ് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബിഫാം കോഴ്സിന് അപേക്ഷ നൽകുന്നതിനായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ +2-ന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതായത് +2-ന് പിന്നെ നിങ്ങൾ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി അല്ല ഫിസിക്സ് എന്നിവ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു യോഗ്യതയായിട്ട്, അതായത് ബിഫാം കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2-ൽ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നിവ നിങ്ങൾ ഓപ്ഷനായിട്ട് പഠിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഈ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ബിഫാം കോഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2-ന് നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത്ര % മാർക്ക് നേടണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓരോ കോഴ്സുകൾക്കനുസരിച്ചും അതുമായി ബന്ധപ്പെട്ട യോഗ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ബിഫാം കോഴ്സിന് നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നിങ്ങൾ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ബയോളജിയോ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ബിഫാം കോഴ്സിലേക്ക് ഇതാണ് പ്രവേശനത്തിനുള്ള യോഗ്യത. അതായത് 50% മാർക്ക് നേടണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ ജയിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിഫാം കോഴ്സിലേക്കുള്ള അപേക്ഷ നൽകാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ എന്നുള്ള കാര്യം നോക്കാം. ബിഫാം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു കീം 2024 എക്സാമിനേഷനിലെ പേപ്പർ 1, അതുപോലെ തന്നെ പേപ്പർ 2, അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. നിങ്ങളിപ്പോൾ +2-ൽ നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ, അതുപോലെ ഫാർമസി ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക്, അതായത് കീം പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ 1, പേപ്പർ 2 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഫാം കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും, അതായത് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഗവൺമെൻറ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പൈസ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരിക. കൂടുതൽ പൈസ ആവുന്നതായിരിക്കില്ല. അതായത് ഏകദേശം ഒരു 25,000 രൂപയ്ക്ക് അതിനടുത്ത് മാത്രമാണ് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ആവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിഫാമിന് ശേഷം എന്തൊക്കെ ജോബ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ബിഫാം കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കെമിസ്ട്രി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ബിഫാമിന് അപ്ലൈ ചെയ്യാം. കാരണം കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിരവധി പാഠഭാഗങ്ങൾ നിങ്ങൾ ഈ ഒരു അതായത് ബിഫാം ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരും. അതായത് ബിഫാമിൻ്റെ പാഠഭാഗം എന്ന് പറയുന്നത് കൂടുതലും കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടാണ്. കാരണം ഓരോ മരുന്നുകളുടെയും സൂത്രങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ കെമിക്കലായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കെമിസ്ട്രിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബിഫാം കോഴ്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ബിഫാം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫാർമസിയൊക്കെ ആരംഭിക്കാം. അതായത് മെഡിക്കൽ ഷോപ്പ് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും ഈ ഒരു ബിഫാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിഫാമിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാം.
അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങാം. ഇതിനൊക്കെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ബി ഫാമിന് ശേഷം നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ എം ഫാം മേടിക്കാം. അതായത് അതിൻ്റെ ഹയർ സ്റ്റഡീസാണ്. എം ഫാമിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അധ്യാപകരായിട്ട് വേണമെങ്കിൽ ജോബ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എം ഫാമിന് ശേഷമുള്ള കോഴ്സാണ് അതായത് ഫാം ഡി. അപ്പോൾ ഈ ഒരു ഫാം ഡി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കോളേജുകളിലൊക്കെ അതായത് അധ്യാപകരാകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മരുന്ന് നിർമ്മാണ കമ്പനികളിലും ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ഹയർ കോഴ്സ് പഠിക്കുന്നതിനനുസരിച്ചും അതിനനുസരിച്ച് ജോബ് സാധ്യതയുണ്ടാവും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ബി ഫാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് കെമിസ്ട്രി വിഷയങ്ങൾ പഠിക്കാൻ ഒരു താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബി ഫാം കോഴ്സിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. കീമിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഏപ്രിൽ 17 വരെയാണ്. ഈ ഒരു രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മറ്റ് ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് കൂടി സെലക്ട് ചെയ്യേണ്ടതാണ് ഓപ്ഷൻ. അതുപോലെ തന്നെ ഫാർമസി, അതായത് ബി ഫാം കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ആ ഒരു കോഴ്സ് കൂടി ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. ടോട്ടൽ 4 ഓപ്ഷൻസാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കോഴ്സുകളും ഒരു അപേക്ഷയിൽ തന്നെ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.